ശരിക്കും മിമിക്രിക്കാരനായിരുന്നില്ലെങ്കിൽ പിഷാരടി രക്ഷപ്പെടുമായിരുന്നില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. ഉണ്ട് അല്ലേ? മിമിക്രിയാണ് രക്ഷപ്പെടുത്തിയത്. അതെ. ആരെ കണ്ടാണ് മിമിക്രിക്ക് ഇറങ്ങിയത്? ആരെ കണ്ടാണ് എന്ന ചോദ്യത്തിന് എനിക്ക് പെട്ടെന്നൊരു ഒറ്റയാളെ ചൂണ്ടിക്കാണിക്കുക എന്ന് പറയുന്നത് ഭയങ്കര പാടാണ്. കാരണം നമ്മൾ മിമിക്രി തുടങ്ങുന്ന സമയത്ത് മിമിക്രിയിലെ പ്രധാന ഐറ്റം പട്ടിയും പൂച്ചയൊക്കെയാണ്. ഞാൻ 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ അവിടുത്തെ ഒരു ആക്ഷൻ സോങ്, ഒരു ഈ മേത്തൊക്കെ മൃഗങ്ങളുടെ ഇതൊക്കെ കെട്ടിയുള്ള ഡാൻസ് ഉണ്ടല്ലോ, അതിൽ ഡാൻസ് കളിക്കാൻ എന്നെ വിളിച്ചു. അപ്പം ഡാൻസ് കളിപ്പിച്ച ടീച്ചറിന് മനസ്സിലായി ഇവനെ കൊണ്ട് ഡാൻസ് കളിപ്പിച്ചാൽ തൽക്കാലം പണി പാളെന്ന് മനസ്സിലാക്കിയിട്ട് പാട്ടിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തി. പാട്ടിൻ്റെ കൂട്ടത്തിൽ കൊണ്ട് നിർത്തിയപ്പോൾ ആ പാട്ടിലുള്ള ബാക്കി 8 പേരുടെയും പാട്ട് തെറ്റുന്നു എന്ന് മനസ്സിലാക്കി ഈ ടീച്ചർ പറഞ്ഞു, അതിലൊരു എലിയോ പൂച്ചയൊക്കെ ഇങ്ങനെ ചാടി വരുമ്പോൾ അതിൻ്റെ ശബ്ദം ഉണ്ടാക്കിയാൽ മതി എന്ന് പറഞ്ഞ് പാട്ട് നിർത്തി. പക്ഷേ ഈ ശബ്ദം വളരെ വിജയിച്ചു. 2ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണ്. അപ്പോൾ എനിക്ക് മനസ്സിലായി. പക്ഷേ അന്ന് എനിക്ക് ദൈവം നേരത്തെ കണക്കൂട്ടി എന്ന് പറയാതെ വയ്യ. അതായത് സെൻട്രൽ സ്കൂൾ വിദ്യാഭ്യാസം, അവിടെ ഇംഗ്ലീഷ് മീഡിയം കേരളത്തിൽ ഇങ്ങനെ സജീവമായിട്ട് വരുന്ന സമയമാണ്. ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിക്കുക പറഞ്ഞാൽ സ്വർഗം കിട്ടിയ പോലുള്ള സമയത്ത് സെൻട്രൽ സ്കൂൾ വിദ്യാഭ്യാസം വേണ്ടാന്ന് വെച്ച് മലയാളം മീഡിയത്തിലോട്ട് പോയ ആളാണ് ഞാൻ. ശനിയാഴ്ച അവധി എന്നൊരൊറ്റ കാര്യം, യൂണിഫോം വേണ്ടാന്നുള്ളത് ഒറ്റ കാര്യം. കാരണം എൻ്റെ ഒരു കൂട്ടുകാരൻ യൂണിഫോം ഇല്ലാതെ സ്കൂളിൽ പോകുന്നു, അവന് ശനിയാഴ്ച അവധി. ഞാൻ യൂണിഫോം ഒക്കെ കിട്ടി 7 മണിക്ക് വഴി കാത്തുനിൽക്കുന്നു. ഇത് പറ്റാതെ ഞാൻ മലയാളം മീഡിയത്തിൽ പോയി. സെൻട്രൽ സ്കൂളിൽ ഇന്നും മിമിക്രി മത്സരത്തിലില്ല. ഇല്ല, മിമിക്രി കോമ്പറ്റീഷനേ ഇല്ല സെൻട്രൽ സ്കൂളിൽ. ഞാൻ 3ാം ക്ലാസ്സിൽ ചെന്ന് മലയാളം മീഡിയത്തിൽ ചെല്ലുമ്പോൾ മിമിക്രി കോമ്പറ്റീഷനുണ്ട്. ഒറ്റ മത്സരാർത്ഥി എനിക്ക് ഫസ്റ്റ്. കാരണം മിമിക്രിക്കും എനിക്കും കേരളത്തിൽ ഒരേ പ്രായമാണ്. അന്ന് മിമിക്രി തുടങ്ങിയിട്ടുള്ളൂ കേരളത്തിൽ. അന്ന് തൊട്ട് ഡിഗ്രി ഫൈനൽ ഇയർ വരെ പഠിച്ച എല്ലായിടത്തും മിമിക്രിക്ക് ഫസ്റ്റ് കിട്ടി. അതുകൊണ്ടാണ് മിമിക്രിക്കാരനായത്. അപ്പം അന്നേ മലയാളം മീഡിയത്തിലോട്ട് മാറാൻ തോന്നിയത് ദൈവാനുഗ്രഹം. ശരിക്കും രമേശ്, പിന്നെ എനിക്കൊരാഗ്രഹം ഉണ്ടായിരുന്നത്, മിമിക്രിയിൽ എനിക്കുണ്ടായിരുന്ന ഒരേ ഒരു ആഗ്രഹം ദേമാവലി മുമ്പത്തിൻ്റെ കാസറ്റിൻ്റെ കവറിൽ വരിക എന്നുള്ളതായിരുന്നു. പക്ഷെ അത് സാധിച്ചിട്ടില്ല ഇപ്പോഴും. ഞാൻ ഇക്കയുടെ കൂട്ടത്തിൽ കാസറ്റ് ഒരെണ്ണം ചെയ്തെങ്കിലും അതിൻ്റെ കവറിലിൻ്റെ പടം വന്നില്ല. കവറിൽ പടം ഉണ്ട്. അത് കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ കാസറ്റ് മാറി CD ആയി. ഞാൻ വന്ന സമയപ്പോഴത്തേക്ക് CD ആയി. CD വന്നു, പിന്നെ വീഡിയോ CD ആയി. നമ്മൾ പിന്നെ ചെയ്യുമ്പോഴത്തേക്ക് ഓഡിയോ കാസറ്റ് മാറി വീഡിയോ CD ആയി. ഓഡിയോ കാസറ്റിൽ ഒരു പടം വരുന്നു. ഓഡിയോ കാസറ്റ് നമ്മളിങ്ങനെ പേനയിലിട്ട് കറക്കി. അന്ന് കാസറ്റിന് വില കൂടുതലാണ്. നമ്മൾ മെൽട്രാക്കിൻ്റെ 60 കാസറ്റ് മേടിച്ച് 10 രൂപ കൊടുത്ത് റെക്കോർഡ് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഇങ്ങനെ കാസറ്റിൻ്റെ ബാക്ക് എടുത്ത് നോക്കുമ്പോൾ ഈ മാവേലി കുമ്പത്തിൻ്റെ കാസറ്റിൽ വരിക എന്നുള്ളതായിരുന്നു ഏറ്റവും വലിയ ലക്ഷ്യം. ജയസൂര്യ പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഇതേ അഭിപ്രായം തന്നെ. കാരണം അന്നത്തെ കാലത്ത് ഒരു മിമിക്രി ആർട്ടിസ്റ്റുകളുടെ ഏറ്റവും ഒരു ആംബിഷൻ സിനിമ കയറുക എന്ന് പറയുന്നത് പോലെ. കാരണം ഇപ്പോൾ ഏത് മിമിക്രി സിനിമ കയറുക എന്ന് പറയുന്ന പോലെയല്ല. ഇപ്പം നമ്മൾക്ക് പലരും സ്വപ്നം കാണൂ എന്നാലും നിങ്ങൾക്ക് ഇന്നത് കിട്ടുമെന്ന് പറയാറുണ്ടെങ്കിലും നമ്മുടെ ചെറുപ്പത്തിൽ നമ്മളോട് സ്വപ്നം കാണുന്നതിനൊരു റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. നമ്മളുടെ ഈ കൊക്കിലൊതുങ്ങുന്നത് കൊത്താവുള്ളൂ എന്ന് പറഞ്ഞ് പഠിപ്പിച്ച അവർ തന്നെ നമ്മളോട് സ്വപ്നം കാണുന്നതിനും ഒരു റെസ്ട്രിക്ഷൻ വെച്ചിരുന്നു. നീ അത് കാണരുത്, നമുക്ക് ഇത്രേ പറ്റുള്ളൂ, ഇത്ര. അപ്പം നമ്മൾ വെറുതെ ഞാൻ മമ്മൂട്ടി ആവണം, ഞാൻ അമിതാഭ് ബച്ചൻ ആവണമെന്നൊന്നും ഞാൻ സ്വപ്നം കണ്ടില്ല. നമുക്ക് മാവേലി കുമ്പത്തിൽ ഇത്രയൊക്കെ നമ്മളും സ്വപ്നം കണ്ടിട്ടുള്ളൂ. പക്ഷെ സിനിമാടനാവുന്നൊന്നും ഒരിക്കലും വിചാരിച്ചിട്ടില്ലേ? എവിടെ ആരാ വിചാരിക്കും? ആദ്യത്തെ സിനിമയിൽ അഭിനയിക്കാൻ വേണ്ടി വിളിച്ചപ്പോൾ, നായകനായിട്ട് അഭിനയിക്കാൻ വിളിച്ചപ്പോൾ പോസിറ്റീവാണ് എൻ്റെ ആദ്യത്തെ സിനിമ. ആദ്യത്തെ സിനിമ പോസിറ്റീവാണ്. പക്ഷെ ആ സിനിമയുടെ ഇത് നെഗറ്റീവായിട്ട് വന്നു? ഇല്ല, ഒരു കുഴപ്പമുണ്ടായില്ല. ഇല്ല. ഇപ്പോഴത്തെ ഈ ന്യൂ ജനറേഷനൊക്കെ വരുന്നതിന് മുമ്പ് 2007 തന്നെ VK പ്രകാശ്, SN സ്വാമി കൂട്ടർ, ജയസൂര്യ നായകനായിട്ടുള്ള പടമായിരുന്നു. നല്ല പടമായിരുന്നു. അന്ന് ഇങ്ങനത്തെ ഇതുപോലെ സിനിമകളുടെ കുത്തൊഴുക്കില്ലാത്തൊരു സമയമായിരുന്നു. കുറച്ചുകൂടെ മറ്റു തരത്തിലുള്ള സിനിമകൾ ഇറങ്ങുന്ന സമയമായിരുന്നു അത് ഇറങ്ങിയ സമയം. പോസിറ്റീവ് എന്ന് പറയുന്ന പടത്തിൽ വന്ന് ആ അഭിനയം കണ്ടിട്ടാണ് സെഞ്ചുറി മമ്മി പ്രൊഡ്യൂസ് ചെയ്ത, താഹ ഡയറക്റ്റ് ചെയ്ത കപ്പൽ മുതലാളി? ഇല്ല, പോസിറ്റീവും കപ്പൽ മുതലാളിയും വന്നത് TV-യിലെ പ്രോഗ്രാം കണ്ടിട്ടാണ്. പോസിറ്റീവ് കണ്ടിട്ടല്ല കപ്പൽ മുതലാളി വന്നത്. ഇത് രണ്ടും വന്നത് TV-യിലെ പരിപാടി കണ്ടിട്ടാണ്. TV-യിലെ പ്രോഗ്രാം ചെയ്തപ്പോൾ രമേശ് പിഷാരടി ഒരു കൂട്ടുകാരനും കൂടി ഉണ്ടായിരുന്നു, ധർമ്മജൻ. ഈ 2 പേര് കൂടി ചേർന്നിട്ട് നിങ്ങളുടെ 2 പേരുടെയും ഒരു കെമിസ്ട്രി, അതാണ് ഒരു ഷോ ഗംഭീരമാക്കിയത്. നിങ്ങളുടെ ഒരു കൂട്ടുകെട്ടുണ്ടായിരുന്നു. ഈ കൂട്ടുകെട്ട് നേരത്തെ കണ്ടുപിടിച്ചതാണോ, യാദൃശികമായി വന്നു പെട്ടതാണോ, അല്ലെങ്കിൽ നിങ്ങളുടെ ഒരു വേവ് ലെങ്ത് അനുസരിച്ചിട്ട്? യാദൃശ്ചികമായിട്ട് വന്നു പെട്ടതാണ്. നേരത്തെ എങ്ങനെയാണ് ആ കൂട്ടുകെട്ടിനെ കണ്ടുപിടിച്ചത്? ഞങ്ങൾ വേറൊരു പരിപാടിക്ക് സ്ക്രിപ്റ്റ് എഴുതാൻ വേണ്ടി ഒന്നിച്ചിരുന്ന് എഴുതുമ്പം ഞങ്ങൾക്ക് മനസ്സിലായ കാര്യം, ഞങ്ങൾ തമ്മിൽ യാതൊരു സാമ്യവുമില്ല. ഒരു സാമ്യവുമില്ല എന്ന് പറഞ്ഞാൽ, ഒരു ഹോട്ടലിൽ പോയി ഫുഡ് ഓർഡർ ചെയ്താൽ പോലും അവൻ തട്ടുകട പറയും, ഞാൻ വേറെ ഹോട്ടലിൽ പറയും. ഒരു ഡ്രസ്സ് എടുത്താൽ, ഒരു വണ്ടിക്ക് ഇന്ന ട്രെയിനിന് ഇപ്പോൾ ഞാൻ പോയി, യാതൊരു ഐക്യവുമില്ലാത്ത
ഒരു സാമ്യവുമില്ലാത്ത ഒരു കാര്യവും ഒരുപോലെ ചിന്തിക്കാത്ത ആൾക്കാരാണ് ഞങ്ങൾ രണ്ടുപേരും. പക്ഷേ ഞങ്ങൾ തമ്മിൽ വഴക്കുണ്ടാവില്ല. അതുകൊണ്ടാണ് ആ പരിപാടി നന്നായത്. ഇത് നമുക്ക് എത്ര നേരം വേണമെങ്കിലും വഴക്കുണ്ടാകാതെ ആശയപരമായി ചർച്ച ചെയ്തിരിക്കാൻ പറ്റുമായിരുന്നു. അവനും ഞാനും തമ്മിൽ, അവൻ പറയുന്ന സാധനം ഞാൻ പറയുന്ന സാധനം അവനും തെറ്റാണെന്ന് എത്ര നേരം വഴക്കിട്ടാലും ഇത് തമ്മിലൊരു വഴക്കായിട്ട് പിരിയാത്തതുകൊണ്ട് ഇതുവരെ വഴക്കിട്ടിട്ടില്ല ഞങ്ങൾ തമ്മിൽ. പക്ഷേ ഞാൻ പറയട്ടെ, രമേശ് പറഞ്ഞ ഒരു കാര്യത്തിന് എനിക്കിഷ്ടപ്പെടുന്ന സാധനത്തിൻ്റെ നേരെ ഓപ്പോസിറ്റ് സാധനമാണ് മറ്റവന് ഇഷ്ടം. അങ്ങനെ പോകുന്ന ഒരു രണ്ട് ഫ്രണ്ട്സ് തമ്മിൽ ഒരിക്കലും അടുക്കില്ല എന്നല്ല എല്ലാവരും വിചാരിക്കാറ്. അതാണ് ഭാഗ്യം എന്ന് പറയുന്നത്. അത് നമ്മളൊരു തൊഴിലായിട്ടും അല്ലെങ്കിൽ അത് അങ്ങനെ നിൽക്കുമ്പോൾ രണ്ടുപേർക്കും ഗുണമുണ്ടാകുന്നത് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ എന്തോ ഒരു മാനസികമായ ഐക്യം കൊണ്ടാണ്. ഇത് തമ്മിൽ വഴക്കുണ്ടാകാത്തത് കൊണ്ടാണ് ഈ കെമിസ്ട്രി എന്ന് പറയുന്നത്. പക്ഷേ ഈ നമ്മുടെ ധർമ്മജൻ പറയുന്നത് രമേശിനെ പറ്റി പറയുന്നത് വേറെ കാര്യമാണ്. അതാ പറഞ്ഞേ, ഞാനിപ്പോ പറഞ്ഞ വേറെ കാര്യമില്ലേ, ഒരു ബന്ധുവില്ല. ധർമ്മജൻ രമേശിനെ പറ്റി പറയുന്നത്, രമേശിന്റെ കുറെ നെഗറ്റീവ്സ് ഉണ്ട്. ആ നെഗറ്റീവ്സ് എന്തൊക്കെയാണെന്ന് നമുക്കൊന്ന് കാണാം. ഈ ഇതേ പ്രോഗ്രാമിൽ വന്നിരുന്നിട്ട് ഇതേ സീറ്റിൽ വന്നിരുന്നിട്ടാണ് ധർമ്മജൻ പറഞ്ഞത്. അവൻ പറയട്ടെ, എല്ലാം നെഗറ്റീവാ. അവൻ്റെ നിറം, അവൻ്റെ പൊക്കം, ആവശ്യത്തിൽ കൂടുതൽ പൊക്കമാണ്, ആവശ്യത്തിൽ കൂടുതൽ വെളുപ്പാണ്. പിന്നെ ഏറ്റവും വലിയ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഓർമ്മശക്തിയാണ്. കാരണം ഞാൻ പണ്ട് തുടങ്ങി ചെയ്ത കാര്യങ്ങളും തെറ്റും കുറ്റങ്ങളും കൂടി പേപ്പറിൽ എഴുതി കൊണ്ടുവരും. 18 കുറ്റങ്ങൾ എഴുതി കൊണ്ടുവന്നൊക്കെ ഓരോ ദിവസം എൻ്റെ ഓരോ കുറ്റം. ഞാൻ ഉറങ്ങിപ്പോയത്, എനിക്ക് നാഗർകോവിലിൽ പോയി ഇറങ്ങിയത്. എന്തു പറയുന്നു? ഞാനിപ്പോൾ പറഞ്ഞത് കൂടുതലുകളാണ് കുറവ് എന്നാണ്. അതൊരു വലിയ കുറവ് തന്നെയാണ്. പക്ഷേ ഞാൻ പറഞ്ഞു, ഇത് ബാലൻസ് ചെയ്യാൻ അവനെ കൊണ്ട് പറ്റുമായിരുന്നു. ഇത് അവന് കുറവുകളാണ് കൂടുതൽ. അപ്പോൾ ഇത് രണ്ടും കൂടെ ഞങ്ങൾ തമ്മിൽ ഭയങ്കരമായിട്ട് ബാലൻസ് ചെയ്ത് പോകാൻ യാതൊരു പ്രശ്നമില്ലായിരുന്നു എന്നുള്ളത് കൊണ്ട് സുഖമായിട്ട് ഞങ്ങൾ ആദ്യം ചെയ്തതേ കുറേ വേണ്ടാന്ന് വെക്കലുകളാണ്. നമ്മൾ ആദ്യം കുറച്ച് ഇപ്പം മിമിക്രിയിൽ എല്ലാവരും എവിടെ പോയി ഇങ്ങനെയൊക്കെയുള്ള വർത്തമാനങ്ങളുള്ളൊരു സമയത്ത് ഞാനും ഇവനും വളരെ സബ്റ്റിലായിട്ട് പതുക്കെ വർത്തമാനം പറയുന്ന പരിപാടി ചെയ്തു. ഇപ്പം എല്ലാ കോമഡികളും ഭയങ്കര റിയലിസ്റ്റിക് ആണ്. ഞങ്ങളത് ചെയ്യുന്ന സമയത്ത് റിയലിസ്റ്റിക് ആയിട്ടുള്ള കോമഡി കുറവായിരുന്നു. വളരെ പതുക്കെ രണ്ടുപേരും വർത്തമാനം പറഞ്ഞ് ചെയ്യുന്ന പരിപാടിയായിരുന്നു അത്. പിന്നെയാണ് അത്തരം പരിപാടികൾ ഒരുപാടായിട്ട് വന്നത്. അപ്പം ഞാനും ഇവനും ഇങ്ങനൊരു പരിപാടി ചെയ്ത് കുറേ നാൾ ചെയ്യേണ്ടി വന്നു. ഇങ്ങനൊരു പരിപാടി ഉണ്ട് എന്ന് അറിയാനായിട്ട്. അതിന് ഞങ്ങൾ വേണ്ടാന്ന് വെച്ചു കുറേ കാര്യങ്ങൾ. ഇപ്പോൾ വേണ്ടാന്ന് വെച്ചാൽ ഞാനൊരു ഉദാഹരണം പറഞ്ഞാൽ, എല്ലാവരും പറയുന്ന വിറ്റുകൾ ആദ്യം നമ്മൾ പറയാതിരിക്കുക. എല്ലാവരും പറയുന്ന കുറേ വിറ്റുകളുണ്ട്, വേണം ഇനി ശ്രദ്ധിച്ചു തുടങ്ങിയോ. ഒരു ഉദാഹരണം പറഞ്ഞാൽ, ഞാനൊരു 10 വർഷത്തിനിടയിൽ 1500 പ്രാവശ്യം കേട്ടിട്ടുണ്ടാവും ഫോട്ടോ എടുക്കുമ്പോൾ വീശി എടുത്തോ എന്ന് പറയുന്ന വിറ്റ്. ആരെങ്കിലും പറയും, വീശി എടുത്തോ, നീ എടുത്താൽ പതിയോ, സാമ്പാർ വിളമ്പാൻ വരുമ്പോൾ ലഗേജ് വേണ്ട. ഇത് അറ്റ്ലീസ്റ്റ് നമുക്ക് പറയാതിരിക്കുമല്ലോ, ലഗേജ് വേണ്ട. കല്യാണം വിളിക്കുമ്പോൾ നിനക്ക് പെണ്ണ് കിട്ടിയോ. നമ്മൾ 1000 പേരെ കല്യാണം വിളിക്കുമ്പോൾ 800 പേര് ഈ ചോദ്യം ചോദിക്കുക എന്ന് പറഞ്ഞാൽ, ഇതൊക്കെ ഇങ്ങനെ ഞാനും ഇവരും കൂടെ ആദ്യം എല്ലാവരും പറയുന്ന കുറേ സാധനം, എല്ലാവരും ചെയ്യുന്ന കുറേ സാധനം വേണ്ടാന്ന് വെച്ചതാണ് ഗുണമായതെന്നാണ് എൻ്റെ വിശ്വാസം. നമസ്കാരം സാർ. നമസ്കാരം സാർ. മലയാള സിനിമയിൽ വന്നത് ഒരു കോമഡി ആർട്ടിസ്റ്റായിട്ട് നിലയിലാണ്. ഇപ്പോൾ മലയാള സിനിമയിൽ കോമഡി കൈകാര്യം ചെയ്യുന്നത് നേരത്തെ വില്ലൻ കഥാപാത്രങ്ങളായിരുന്ന ബാബുരാജ്, അതുപോലെ ഭീമൻ രഘു തുടങ്ങിയവരാണ്. അപ്പോൾ താങ്കളെ പോലുള്ള ഒരു കോമഡി ആർട്ടിസ്റ്റിന് ഇപ്പോൾ മലയാള സിനിമയിൽ കോമഡി കൈകാര്യം ചെയ്യാൻ ചാൻസ് വളരെയധികം കുറവാണ് എന്ന് താങ്കൾക്ക് തോന്നുന്നുണ്ടോ? ചോദ്യത്തിൻ്റെ ആദ്യം തൊട്ട് തിരുത്തി ഞാൻ വീണ്ടും എടുക്കണം. അതായത് ഞാൻ മലയാള സിനിമയിൽ വന്നത് കോമഡി ആർട്ടിസ്റ്റായിട്ടാണ് എന്നതാണ് ആദ്യത്തെ വരി. മലയാള സിനിമയിൽ ഞാൻ ആദ്യം വന്ന പോസിറ്റീവിലെ കഥാപാത്രമോ എൻ്റെ കപ്പൽ മുതലാളിയിലെ കഥാപാത്രമോ സെല്ലുലോയിഡ് ഇമ്മാനുവലൊക്കെ എടുത്താലൊന്നും കാര്യമായി സിനിമയിൽ ഞാൻ കോമഡി ചെയ്തിട്ടില്ല. പിന്നെ സിനിമയിൽ ഇപ്പോൾ കോമഡി ചെയ്യുന്നത് വില്ലന്മാരായിരുന്ന ആളുകളായിരുന്നു. അത് സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇതൊരു അഭിനയകലയാണ്. കോമഡി ചെയ്യാൻ ഒരു വിഭാഗം. ഇപ്പം സിനിമയിൽ ഇടക്കാലത്ത് അങ്ങനെ വന്നു. ഇടി വരുമ്പോൾ കുറേ ഗുണ്ടകൾ, കോമഡി വരുമ്പോൾ കുറേ കോമഡിക്കാർ, ഡാൻസ് വരുമ്പോൾ കുറേ ഡാൻസുകാർ. അങ്ങനെ വരണ്ട, എല്ലാവരും എല്ലാം ചെയ്യട്ടെ. ജഗതി ചേട്ടൻ എന്തോരോ സിനിമയിൽ വില്ലനായിരിക്കുന്നു, ബാബുരായേട്ടൻ എന്തോരോ സിനിമ കോമഡി ചെയ്യട്ടെ, രഘുചേട്ടൻ കോമഡി ചെയ്യട്ടെ, ഇവർ പോയി ഇത് ചെയ്യട്ടെ. ഇത് അഭിനയകല ആയതുകൊണ്ട് തന്നെ ഇതിന് കോമഡി നടന്മാർ, വില്ലൻ നടന്മാർ, ഇങ്ങനെയുള്ള കുറേ പേര് വില്ലന്മാർ, ഇങ്ങനെ കുറേ ഇങ്ങനെ ആക്കണ്ട. ഇത് ഇപ്പോൾ വരുന്ന ഈ മാറ്റം നല്ലതാണ്. അത് വളരെ വൈകി വന്ന മാറ്റമാണ്. പിന്നെ എനിക്ക് കോമഡി ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടോ എന്ന് ചോദിക്കാൻ, എനിക്ക് ചെയ്യാൻ അവസരം കിട്ടുന്നുണ്ടോ എന്നാണ് ആദ്യം ചോദിക്കേണ്ടത്. എന്നിട്ടല്ലേ കോമഡി കിട്ടുമായിരിക്കും. അത് തരുന്ന കഥാപാത്രത്തിനനുസരിച്ചിരിക്കും. അത് ഇപ്പം ഞാൻ ഇമ്മാനുവലിൽ ചെയ്ത വേഷം ഒരു കോമഡി പോലും ആ സിനിമയിൽ പറഞ്ഞിട്ടില്ല. അത് സിനിമയിൽ തന്നെ കോമഡി കുറഞ്ഞു വരികയാണ് മൊത്തത്തിൽ. നിങ്ങൾ വഴിയരികിലെ പോസ്റ്ററുകൾ നോക്കുക, ഷർട്ടിൻ്റെ പരസ്യം, ഷർട്ടിട്ട് ഒരുത്തൻ ചുമ്മാ ഇങ്ങനെ നിൽക്കുക,
എല്ലാ പരസ്യത്തിലും എവിടെ നോക്കിയിട്ടും ആൾക്കാർക്ക് ആറ്റിറ്റ്യൂഡ്, ഗൗരവമാണ് എല്ലാവരുടെയും മുഖത്ത്. ചിരിച്ചാൽ എന്തോ വില പോയി എന്നുള്ള പോലെ എല്ലാ പോസ്റ്ററുകളിലും, സിനിമയുടെ പോസ്റ്റർ ആയിക്കോട്ടെ, സാധനങ്ങളുടെ പോസ്റ്റർ ആയിക്കോട്ടെ, എന്തിലും എല്ലാത്തിലും ആൾക്കാരുടെ വളരെ ഗൗരവമുള്ള ഹെയർ ഡൈയുടെ പടത്തിൽ വരെ ഒരുത്ത മുടിയണം ഇങ്ങനെ നിൽക്കുന്നതല്ലാതെ ചിരിച്ചാൽ എന്തോ പ്രശ്നമുള്ള പോലെ ആകുന്നു. കോമഡി മൊത്തത്തിൽ കുറയുന്നുണ്ട്, അതിൻ്റെ ഭാഗമായിട്ടായിരിക്കാം.